വെള്ളാപ്പള്ളി നടേശൻ കൊടും ക്രിമിനലാണ്. അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്തതുകൊണ്ട് രാജ്യം ലജ്ജിച്ച് തലകുനിച്ച് നിൽക്കുകയാണ്. ശരിയാണ് കേട്ടോ. ഞാൻ ഇന്നലെ പുറത്തിറങ്ങി നോക്കുമ്പോൾ വൈകുന്നേരം ഈ ചടങ്ങ് നടക്കുന്ന സമയമായപ്പോൾ എല്ലാ ആളുകളും എണീറ്റ് നിന്ന് തലകുനിച്ച് നിൽക്കുകയായിരുന്നു, ലജ്ജ കൊണ്ട്. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുത്തതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ടൊരു കാര്യം നടന്നിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ആരാ? അദ്ദേഹം ഈ നാട്ടിലെ ഒരു സമുദായത്തിൻ്റെ, കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായത്തിൻ്റെ സാരഥിയാണ്, ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്നൊരു വ്യവസായിയാണ്. അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ, ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ കൊങ്കൺ റെയിൽവേ നിർമ്മിച്ചത്. ഈ ശ്രീധരൻ എന്ന് പറയുന്ന കേരളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും വിഷണറിയായ ഒരു എഞ്ചിനീയറോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ആരാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന്. കാരണം ഏറ്റവും അസാധ്യമായ, ഏറ്റവും ദുർഘടമായ ഒരു പ്രദേശത്തു കൂടി ശ്രീധരൻ അടക്കമുള്ള നമ്മുടെ വിഷണറിമാരായ എഞ്ചിനീയർമാർ വിഭാവനം ചെയ്ത ഏറ്റവും റിസ്കിയായ ഒരു ജോലി സമയബന്ധിതമായി ചെയ്തത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന കോൺട്രാക്ടറാണ്. അദ്ദേഹം പണ്ട് മുതലേ മദ്യവ്യവസായവുമായി ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകന് ഒക്കെ പേരിൽ ബാർ ഹോട്ടലുകളുണ്ട് എന്നൊക്കെയാണ് ആക്ഷേപം. വ്യവസായമാണ്, അത് നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കേരളത്തിലെ ഒരു കരാറുകാരൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പണികൾ മോശമാണെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം. അദ്ദേഹം നടത്തുന്ന ഹോട്ടലുകളിൽ, ബാറുകളിൽ വ്യാജമദ്യം വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടിയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അളക്കാൻ നിങ്ങളാരാണ്? ആ സമുദായത്തിലുള്ളവർ വിമർശിക്കട്ടെ. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന ഇന്ന കുഴപ്പങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞ് വിമർശിക്കാൻ ഒന്നാമത്തെ അവകാശം ആ സമുദായത്തിൽപ്പെട്ടവർക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സംഘടന കമ്പനി ആക്ട് അനുസരിച്ച് പ്രവർത്തിച്ചിരിക്കുന്ന SNDP യോഗം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ മെമ്പർമാരോട് മാത്രമാണ് ആൻസറബിൾ. പൊതുഖജനാവിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല SNDP യോഗം. SNDP യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബാർ നടത്തി അല്ലെങ്കിൽ വാറ്റ് നടത്തിയാൽ നിങ്ങൾക്ക് വിമർശിക്കാം. SNDP യോഗത്തിന് അതിനുള്ള അവകാശമില്ല. സർവോപരി ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹർഷി തന്നെയാണ്, സിദ്ധനായ ഒരാൾ, ഈശ്വരാംശമായ ഒരാൾ സ്ഥാപിച്ച സംഘടന അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പൊതുസമൂഹത്തിന് പറയാം. പക്ഷേ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്ന സംഘടന ശ്രീനാരായണ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ആ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അവരുടെ ക്ഷേമത്തിന് വേണ്ടി അവർ സ്കൂളുകൾ നടത്തും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തും, വ്യവസായ സംരംഭങ്ങൾ നടത്തുന്നുണ്ടോ SNDP യോഗം നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, വേണമെങ്കിൽ നടത്താം. അങ്ങനെ ആ സമുദായത്തെ സമുദ്ധരിക്കുക എന്നതാണ് പ്രധാനമായും അതിൻ്റെ ലക്ഷ്യം. ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാത്രം ജാതി പറയരുത്, ഞങ്ങളൊക്കെ ജാതി പറഞ്ഞോളാം, SNDP യോഗം ജാതി പറയാൻ പാടില്ല, ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ ജാതി പറയാം, ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾ ജാതി നോക്കി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും, മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ആളുകളെ മന്ത്രിയാക്കിയ പ്രശ്നമില്ല. 10 വർഷം അധികാരം കിട്ടാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിച്ച് ജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് വർഗീയതയല്ല. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിലുള്ള ഒരു പ്രസ്ഥാനം ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ആവശ്യത്തിന് വിദ്യാലയങ്ങൾ കിട്ടുന്നില്ല, കോളേജുകൾ കിട്ടുന്നില്ല, അവഗണിക്കപ്പെടുന്നു. ജനസംഖ്യയിൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായമായിരുന്നു ഈഴവ സമുദായം, ഇപ്പോൾ മുസ്ലിങ്ങളാണ്. സത്യമാണ്, അത് നമുക്ക് പ്രകടമാണ്, എവിടെയും കാണാനുണ്ട്. SNDP യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ കണക്ക് വെള്ളാപ്പള്ളി പറയും. കേരളത്തിൽ ക്രൈസ്തവർക്ക് എത്രയുണ്ട്, മുസ്ലിമുകൾക്ക് എത്രയുണ്ട്, ഹിന്ദു സമാജത്തിൽ ഈഴവർക്ക് എത്രയുണ്ട് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞാൽ അത് വലിയ കുഴപ്പമാണ്. കാരണം കേരളത്തിൻ്റെ സമ്പത്ത്, നേരത്തെ മൻമോഹൻ സിംഗ് ദേശീയ വികസന കൗൺസിലിൽ പറഞ്ഞതുപോലെ, ഒരു സമുദായത്തിന് ഇങ്ങനെ അനുഭവിക്കാനുള്ളതാണ് എന്നാണ് വ്യവസ്ഥ. അവർ അനുഭവിച്ചു കൊണ്ടിരിക്കും. പിന്നെ ക്രൈസ്തവ സമുദായവും ആ കൂട്ടത്തിലുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ SNDP യോഗത്തിന് എത്ര സ്കൂളുകളും കോളേജുകളും ഉണ്ട്? SNDP യോഗത്തിന് പണമില്ലാത്തതുകൊണ്ടാണോ? SNDP യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ആളില്ലാത്തതുകൊണ്ടാണോ?
വെള്ളാപ്പള്ളി നടേശൻ എന്ത് സാമൂഹ്യ വിരുദ്ധതയാണ് ചെയ്യുന്നത്? ക്രിമിനൽ എന്നൊരാളെ വിളിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മൈക്രോ ഫിനാൻസുമാൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില കേസുകളുണ്ട്. മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്വയം സഹായ സംഘങ്ങളുണ്ടാക്കി ആളുകൾ പരസ്പരം വായ്പയൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. SNDP യോഗം നടത്തുന്നുണ്ട്, കേരളത്തിലെ ഒട്ടുമിക്ക സാമുദായിക സംഘടനകൾ നടത്തുന്നുണ്ട്, ധനലക്ഷ്മി ബാങ്ക് ഉൾപ്പെടെ. ഞാൻ ഓർമ്മയിൽ എന്ന് പറയുന്നതാണ്, എനിക്കറിയില്ല കാര്യമായിട്ട്. ഉള്ള ബാങ്കുകൾ കൊടുക്കുന്ന ലോൺ SH ഗ്രൂപ്പുകളിലേക്ക് കൊടുക്കുന്നു, അതിന് അവർ നിശ്ചയിക്കുന്ന നിയമാനുസൃതമായ പലിശ മേടിക്കുന്നു, വീണ്ടും ഇത് റിവോൾവിംഗ് ഫണ്ടായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നു. അതിൽ ചിലയിടത്തൊക്കെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത ആ കേസ് ഹൈക്കോടതിയിൽ വരെ എത്തി. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചോ മറ്റോ നടത്തുന്നുണ്ട്. ഈ SNDP യോഗം നടത്തുന്ന മൈക്രോ ഫിനാൻസിൽ സാമ്പത്തിക തട്ടിപ്പുണ്ടെങ്കിൽ അന്വേഷണം നടത്തണം. പല സ്ഥലത്തും എനിക്കറിയാം. ഈ എറണാകുളം ജില്ലയിലെ ഒരു SNDP യോഗത്തിൻ്റെ ഒരു താലൂക്ക് യൂണിയനിൽ പ്രശ്നമുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന ഒരാളാണ് അതിൻ്റെ ഭാരവാഹിയായിരുന്നു. അദ്ദേഹം രാജിവെച്ചു. പിന്നീട് ആ പണമൊക്കെ തിരിച്ചടച്ചു. ചിലയിടത്തൊക്കെ മാൽ പ്രാക്ടീസുകൾ നടന്നിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശനാണ് ഇത് മുഴുവൻ ചെയ്തത് എന്ന് പറയാൻ പറ്റും. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് SNDP യോഗത്തിൻ്റെ പണം എടുത്ത്, മൈക്രോ ഫിനാൻസിലൂടെ ഉണ്ടാക്കുന്ന പണം എടുത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ കരാർ പണിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ബാർ ഹോട്ടലുകൾ ഉണ്ടാക്കാൻ ഈ പണം വേണ്ട. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ ആ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗ്ഗം അവരുടെ കയ്യിലുണ്ട്. പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ മറ്റാരും പറയാത്ത ചില കണക്കുകൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഇതല്ലേ പ്രശ്നം? നൗഷാദിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസവും മാധ്യമപ്രവർത്തകർ ചോദിച്ചു. എന്താണ്, കോഴിക്കോടോ മറ്റോ ഒരു മാൻഹോളിൽ ഒരു നൗഷാദ് എന്ന് പറയുന്ന ഒരാൾ വീണ് മരിച്ചപ്പോൾ 10 ലക്ഷമോ 25 ലക്ഷമോ ഇതൊരു വലിയ തുക നഷ്ടപരിഹാരമായിട്ട് കൊടുത്തു. സമാനമായി, പേര് ഞാൻ മറന്നുപോയി, ഒരു ഹിന്ദു നാമധാരിയായ ഒരാൾ മറ്റൊരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായിട്ട് മുങ്ങി മരിച്ചു. മാസങ്ങൾ കഴിഞ്ഞിട്ടും പൈസ കൊടുത്തില്ല. ഇതെന്തു നീതിയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. ഉടനെ വർഗീയത, മുസ്ലിം ആണെങ്കിൽ നഷ്ടപരിഹാരം കിട്ടും, ഹിന്ദു ആണെങ്കിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞത് വലിയ കുഴപ്പം. ചെയ്ത പ്രവൃത്തി പറയാൻ പാടില്ല. ഇതാണ് കേരളത്തിലെ അജണ്ട. പക്ഷേ അതിനെതിരെ കേസ് പോയി. കേരള ഹൈക്കോടതിയിലാണ് ചോദിച്ചത്. വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇതിലെന്ത് വർഗീയത? ഫാക്റ്റ് നമ്മുടെ മുന്നിൽ ഇരിക്കുകയല്ലേ. ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഒരു മനുഷ്യനെ നിശബ്ദരാക്കേണ്ടത് ഇവിടെ പലരുടെ ആവശ്യമാണ്. അതുകൊണ്ട് VD സതീശന് ദേഷ്യമുണ്ടാവാം, രമേശ് ചെന്നിത്തലയ്ക്ക് ദേഷ്യമുണ്ടാവാം. ബിന്ദു കൃഷ്ണ എന്നു പറയുന്ന മന്ത്രി വെള്ളാപ്പള്ളിയെ പോയി കണ്ടു എന്നതിൻ്റെ പേരിൽ എന്ത് കോലാഹലമായിരുന്നു. ഇവിടെ 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയ പെൺകുട്ടി സ്റ്റേജിൽ കയറി അവാർഡ് വാങ്ങിയപ്പോൾ ആക്ഷേപിച്ച ആളുകളെ, സ്ത്രീകൾ പുറത്തിറങ്ങേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളെ വീട്ടിൽ പോയി കാണുന്നതിന് ഒരു കുഴപ്പമില്ല. ആകെ വെള്ളാപ്പള്ളി നടേശനെ കടന്ന കുഴപ്പം എന്താ? വെള്ളാപ്പള്ളിക്ക് എന്താ കുഷ്ടമുണ്ടോ? അദ്ദേഹത്തിന് നിങ്ങൾ കാണുന്ന കുഷ്ടം എന്താണെന്നറിയോ? അദ്ദേഹം സത്യം പറയും. കാരണം നിങ്ങളുടെ കുഷ്ടം കണ്ടിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ ഒരാൾക്കെതിരെ കേസുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ എന്താ? മാനഭംഗപ്പെടുത്തിയതിന് കേസുണ്ടോ? പീഡന കേസുണ്ടോ? കൊള്ളയടിച്ചതിന് കേസുണ്ടോ? കൊലപാതക കേസുണ്ടോ? പിന്നെ എങ്ങനെയാണ് കൊടും ക്രിമിനലാവുന്നത്? വെള്ളാപ്പള്ളി നടേശനെ, ഒരു കേരളത്തിലെ പ്രബലമായ ഒരു സമുദായത്തിൻ്റെ നേതാവിനെ ക്രിമിനൽ എന്ന് വിളിക്കാൻ തൻ്റെ ഇടം കാണിക്കുന്ന ഇത് മാധ്യമ പ്രവർത്തനമൊന്നുമല്ല, ഗുണ്ടായിസമാണ്. മാധ്യമ ഗുണ്ടായിസമാണ്. ഇത് വളരെ മോശമാണ്. നാളെ വേറൊരു സമുദായത്തിൻ്റെ നേതാവിനെ ഗുണ്ട എന്ന് വിളിക്കാൻ പറ്റുമോ? നമ്മൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി വിമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയല്ല, ആ സമുദായത്തെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിലല്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള അനുചിതമായ കാര്യങ്ങൾ, ഇന്ത്യൻ്റെ ഉപരാഷ്ട്രപതി വരുമ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നതിനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? സതീശനെ കാണാൻ താല്പര്യപ്പെട്ടപ്പോൾ സതീശൻ കാണണ്ട എന്ന് പറഞ്ഞപ്പോൾ സതീശൻ അഹങ്കാരിയാണ് എന്ന് പറഞ്ഞതിനെ വിമർശിക്കണ്ടേ? കാരണം സതീശനോടെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? വെള്ളാപ്പള്ളി നടേശനും സതീശനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണങ്ങളുണ്ടാവാം, അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷേ ഒരു സമുദായത്തിൻ്റെ നേതാവിനെ ക്രിമിനൽ എന്ന് വിളിക്കാൻ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് അങ്ങനെ വിളിക്കുക? കേരളത്തിലെ മറ്റേതെങ്കിലും സമുദായത്തിൻ്റെ നേതാവിനെ അങ്ങനെ വിളിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? SNDP യോഗത്തിൻ്റെ പ്രവർത്തകർ മിണ്ടാതിരിക്കും എന്ന് കരുതിയിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ അത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം SNDP യോഗത്തിൻ്റെ ചരിത്രം പോരാട്ടത്തിൻ്റെ ചരിത്രമാണ്. ഇതിലും വലിയ ഒരുപാട് ആളുകളെ ആ പ്രസ്ഥാനം കണ്ടിട്ടുണ്ട്. ജോനകത്തെരുവിലൂടെ നടന്നുപോയ
ഉണ്ണിയാർച്ചയുടെ കഥ അറിയാമല്ലോ. ഓർമ്മിക്കുന്ന നല്ലതാണ്, ചരിത്രം അറിയത്തില്ലെങ്കിൽ ഓർക്കുന്നതാണ്. ആരോമൽ ചെഗവരുടെയും ഉണ്ണിയാർച്ചയുടെയൊക്കെ പാരമ്പര്യമുള്ള മഹത്തായ പ്രസ്ഥാനമാണ് SNDP യോഗം. ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളെ ക്രിമിനൽ എന്ന് വിളിക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ്. അതിനോട് യോജിപ്പില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ പല നിലപാടുകളോടും നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബരിമല വിഷയത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തെ ക്രിമിനൽ എന്നൊക്കെ വിളിക്കുന്നത് കടന്ന കൈയാണ്. ഒരാൾക്കെതിരെയുള്ള കേസുകളാണ് ക്രിമിനലാണ് എന്ന് അയാളെ വിളിക്കാനുള്ള മാനദണ്ഡമെങ്കിൽ വിളിക്കുന്നവർക്കെതിരെ എത്ര കേസുകളുണ്ട് എന്ന് പറയണം. 100-ലേറെ കേസുകളുണ്ടെന്ന് സ്വയം പറയുന്ന ഒരാൾ, സെഞ്ചുറി കഴിഞ്ഞ ആളാണ് എന്ന് സ്വയം പറയുന്ന ഒരാളെ അപ്പോൾ കൊടും ക്രിമിനൽ എന്ന് വിളിക്കാമോ, ഭീകരൻ എന്ന് വിളിക്കാമോ? ഏതായാലും ഞാനൊന്നും അങ്ങനെ വിളിക്കില്ല. പക്ഷെ വളരെ മോശമാണ്. കേരളത്തിലെ ഈഴവ സമുദായത്തിൻ്റെ ഏക സംഘടനയായ അതിൻ്റെ ജനറൽ സെക്രട്ടറിയെ ക്രിമിനൽ എന്ന് വിളിക്കുകയും അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്തതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം പറയാം. കാരണം മോഹൻലാലിന് സിനിമാ രംഗത്തെ പരമോന്നത പുരസ്കാരം കൊടുത്തപ്പോൾ ഇവിടെ ഒരുപാട് പേർ വടിവാളെടുത്ത് ഇളകിത്തുള്ളിയല്ലോ. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം, റിജോയിൻഡർ പറയാൻ ആർക്കും അവകാശമുണ്ട്. പക്ഷേ ഒരാളെ ക്രിമിനൽ എന്ന് വിളിക്കുന്നത് ഡിഫമേഷൻ മാത്രമല്ല, അപകീർത്തികരം മാത്രമല്ല, അനുചിതം കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയെ ക്രിമിനൽ എന്ന് വിളിച്ചത് തെറ്റാണ്. നിങ്ങൾ നാളെ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളെ ഇങ്ങനെ വിളിക്കുമോ? പാണക്കാട് തങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുമോ? ഇത്തരം സാഹചര്യങ്ങളുണ്ടായാൽ കത്തോലിക്ക സഭയുടെ ഒരാളെക്കുറിച്ച് പറയുമോ? മാർത്തോമ സഭയുടെ ഒരാളെക്കുറിച്ച് പറയുമോ? വീട്ടിൽ വൈദികരുള്ള ചില ആളുകൾക്ക് സഭയെ വിമർശിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ സത്യം പറയുന്ന വെള്ളാപ്പള്ളിയുടെയൊക്കെ തോളക്കയറാൻ വളരെ എളുപ്പമാണ്. വെള്ളാപ്പള്ളിക്കെതിരെ വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോടും അഭിപ്രായ വ്യത്യാസം പറയാം. പക്ഷേ അദ്ദേഹത്തെ ക്രിമിനൽ എന്ന് വിളിക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. അതിനേക്കാൾ അദ്ദേഹം കേസുകളാണെങ്കിൽ അദ്ദേഹത്തിനുള്ളതിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ കേസുകളുള്ള ആളുകൾ വെള്ളാപ്പള്ളിയെ ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ അതിന് പിന്നിൽ വേറെ ചില താല്പര്യങ്ങളുണ്ട് എന്ന് സ്വാഭാവികമായും ആർക്കും കരുതാം. അതിൽ സത്യവുമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണേ.